ശിവ ഇത് നമ്മുടെ ഷെൽഫ് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാ. എന്റെ പഴയ ഫോണല്ലേ? പഴയ ഫോണൊക്കെ തന്നെ. അല്ല, ഗാലറി തുറന്ന് നോക്കിയപ്പോഴേ നിങ്ങളുടെ പഴയ കാമുകിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. നിനക്ക് അറിവിടാത്ത കാര്യമൊന്നും അല്ലല്ലോ. എടി, നിനക്ക് അറിവിടാത്ത എന്തെങ്കിലും കാര്യം എന്റെ ലൈഫിലുണ്ടോ? ഇതിപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കല്ലേ, ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഈ ഫോൺ മാറ്റിയ സമയത്ത് ഫോർമാറ്റ് ചെയ്യാൻ വിട്ടുപോയി ആയിരിക്കും. അതാണ് ഈ കിടക്കുന്നത്. ചിപ്സ് വേണം. അതായത് ഇപ്പോഴോളം മറന്നിട്ടില്ല അല്ലേ? എന്തോ അങ്ങനെ പറയുന്നത്? മറന്നെങ്കിൽ ഇത്ര വർഷമായിട്ട് ആ ഫോണിലെ ഫോട്ടോസ് ഇങ്ങനെ കിടക്കൂ. അവള് കെട്ടി അവൾക്ക് 2 പിള്ളേരും ഉണ്ട്. ഓ, അപ്പൊ എല്ലാ ഡീറ്റെയിൽസും അറിയാം. അങ്ങനെയല്ലടി എപ്പടി ഈ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ വേറെ കുറച്ചൊക്കെ അറിയൂലേ? അങ്ങനെ അറിയാവുന്നേ. പുറത്തേക്ക് പോകും. പുറത്തു പോകാനോ? ആ, പുറത്തേക്ക് പോയേ. അതെ, പേടിച്ചാണ് കേട്ടോ. ഞാൻ പുറത്തോട്ട് പോയതല്ല, വീട്ടിന്റെ അകത്ത് കയറി ഡോർ അടച്ചതാ. അവളുടെ ഫോട്ടോ ഈ ഫോണിലില്ല. നീനടുത്ത് അവളുടെ പേര് ചോദിച്ചു നോക്ക്. എനിക്ക് ഓർമ്മ കാണുമല്ലോ, ചോദിച്ചു നോക്ക്. എനിക്കിനി പേര് നാളൊന്നും അറിയണ്ട. ഇതിന്റെ വല്ല ബാക്ക് വല്ലതും ഉണ്ടെങ്കിലാ കാണിച്ചു തരാം ഞാൻ. ഇതിവിടെ നിന്ന് അവളെ എവിടെ നിന്ന് ഇളകി വന്നത്? ഞാൻ ആ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് അയച്ചേക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സർ, ഒരു പ്രോബ്ലം വേണ്ട. നമ്മൾ ഏറ്റവും നല്ല പ്രോഡക്റ്റ് തന്നെ ഡെലിവറി. ഓക്കെ സർ. ഓക്കെ ഡീ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കിടന്നൂടെ? അത് നമ്മുടെ വീടൊക്കെ തന്നെ, എന്നാലും സ്പേസ് വേണ്ടേ? അതെന്തിനാ? എന്റെ ഭർത്താവല്ലേ, ഇങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഓ, എന്തൊരു സ്നേഹം. ശിവ, ഒന്നങ്ങ വന്നേ. ഈ കപ്പ് ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. ഇതൊട്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അറിയാല്ലേ, ഇതേ 3 ദിവസം മുമ്പ് ചായ ഒഴിച്ച ഗ്ലാസ്സാ. ഇത് വാഷ് ബേസിൽ കൊണ്ടിടാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലേ? ചേട്ടന്ന് മാറിയെന്നേ. എന്തിന്? എനിക്ക് അകത്ത് പോണം. ഇത്രയും സ്ഥലമില്ലേ, പോയിക്കോ. ചേട്ടാ, കുറച്ചൊന്ന് മാറിയാ മതി. എടി, ഇത്രയും സ്ഥലം കിടക്കുമ്പോ നിനക്ക് ഇതുവഴി അങ്ങ് പോയാ പോരെ? എനിക്ക് അകത്ത് ഒരുപാട് പണിയുണ്ട്. ദൈവം ഒന്ന് മാറിക്കോ. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? നേരത്തെ ഞാൻ കുട്ടിയിരുന്നപ്പോ കുറെ ഡയലോഗ് പറഞ്ഞ ആളല്ലേ. ഇപ്പൊ ഞാൻ ഒന്ന് മാറി വെക്കാൻ പറഞ്ഞപ്പോ നമുക്ക് അതിനെ കയ്യല്ലേ? ഇതൊക്കെ നല്ല ഓർമ്മയാണല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങളോട് പിടിച്ചേക്കുന്നത്. ദർശു, എടി എനിക്ക് വിശക്കുന്നു. നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഗ്യാസ് ഇല്ല. അതിനല്ലേ കഴിഞ്ഞ ആഴ്ച 2000 രൂപ വാങ്ങിച്ചത്? അരിയില്ല. അതിനല്ലേ ഇന്നലെ ഞാൻ നിനക്ക് 1000 രൂപ തന്നത്? പച്ചക്കറിയില്ല. ഇതിന്റെ പേരും പറഞ്ഞ് ഇന്ന് എന്റെ പേഴ്സിൽ 500 രൂപ എടുത്തല്ലോ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. സത്യം പറഞ്ഞാൽ നിനക്ക് പാചകം ചെയ്യാൻ മൂടില്ല അല്ലേ? ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? വേണ്ട, നമുക്ക് പുറത്തു ചോദിക്കാം. എടി, നിന്റെ മനസ്സിലൊരു പറയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ, അല്ലാതെ ശരിക്കും പുറത്തു പോകാനോ ഓർഡർ ചെയ്യാനോ ഒന്നിനും വേണ്ടി ചോദിച്ചല്ല. ഞാൻ പറയണത് ഒന്നും നിങ്ങൾ കേൾക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച പോലെ ഉണ്ടല്ലോ. നീ പറയുന്ന കാര്യം വല്ലതും ഗുണമുള്ളതാണെങ്കിൽ കേട്ടിട്ട് കാര്യമുണ്ട്. ഇത് പറയുന്നതെല്ലാം ഒരു ഗുണമില്ലാത്ത കാര്യമല്ലേ? ഞാൻ എത്ര ഉപകാരമില്ലാത്താണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോണം. ഞാൻ എന്തിനാ അവിടെ വെറുതെ നിൽക്കണം? പിന്നെ നീ ഇവിടെ നിന്ന് അങ്ങോട്ട് കെട്ടിയെടുത്ത് ചെല്ലുമ്പം വാഴ ഇല വിരിച്ച് നിനക്ക് സദ്യ ഇടുമെന്നാണ് നീ വിചാരിക്കുന്നത്. നീ പോയി 2ാമത്തെ ദിവസം ബസ്സിൽ ടിക്കറ്റ് വിട്ട് നിന്റെ അച്ഛനമ്മ എന്നെ വിളിക്കും, വന്ന് ഈ മാരണത്തിന് ഒന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞോണ്ട്. നിനക്കൊരു കാര്യം അറിയോ? നിന്നെ എനിക്ക് കെട്ടിച്ചെന്നല്ല, ദത്ത് തന്നാ. മാസത്തിൽ 1 പ്രാവശ്യമല്ലേ ഞാൻ പുറത്തൊന്ന് വാങ്ങിച്ചു തരാൻ പറയാനുള്ളൂ. അതിനിപ്പോ എന്ത് സംഭവിക്കാനാ? ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 5 ദിവസം വെറൈറ്റി ആയിട്ട് വീട്ടിൽ നല്ല അടിപൊളി ഫുഡ് കഴിക്കാം. ഇത്ര പിശു കാണിക്കണോ? എടി, ഇത് പിശുക്കല്ല, പാൽ ചെലവ് ഒഴിവാക്കുന്നതാണ്. എടി, മുട്ട ഇടുന്ന കോഴിക്ക് അതിന്റെ കുണ്ടിയുടെ വേദന അറിയാം. എല്ലാ മാസവും ടിവിയുടെ EMI, AC-യുടെ EMI, ബൈക്കിന്റെ EMI, ആ കിടക്കുന്ന ഓടാത്ത കാറിന്റെ EMI, ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് അടയ്ക്കുന്നത്? നിന്നെ കെട്ടിയതുകൊണ്ട്.
ഇതുപോരാതെ ഹൗസിംഗ് ലോണ്, പിന്നെ എഡ്യൂക്കേഷണൽ ലോണ്. മതി മതി, ഒരു 10 മിനിറ്റ് കാത്തിരിക്കും. ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാം. യെസ്, ഐ ലൈക്ക് ദിസ് ഡോട്ട്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സംസാരം. പെട്ടെന്നാവട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഈ പൈസ എവിടെ നിന്ന് വരുന്നത്, ചിലവ് എവിടെ നിന്ന് നടക്കുന്നത്, ഇതൊക്കെ പറയാൻ വന്ന ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കേൾക്കാൻ പറ്റില്ല. ഭർത്താക്കന്മാരുടെ ഒരു അവസ്ഥയെ. ഭക്ഷണം റെഡി ആയി, വാ. എത്ര പെട്ടെന്ന് കലിപ്പിൽ പെണ്ണു വല്ല വിഷം കറിക്ക് വെച്ചാണോ എന്റെ വിളിക്കുന്നത്. എവിടെ പോവാ? ഇന്ന് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഓഫീസിൽ പോയില്ലെങ്കിലേ ആ മാനേജറിന്റെ തലയിൽ കയറിയിരിക്കും. രാവിലെ മാനേജറിനെ വിളിച്ചിട്ട് ലീവ് ചോദിക്കാൻ പറഞ്ഞല്ലേ? അതൊക്കെ ഞാൻ ചോദിച്ചു. എന്താ പറഞ്ഞ? അയാൾ പറഞ്ഞേ ചാവാൻ കിടക്കുകയാണെങ്കിൽ ഓഫീസിൽ വന്ന് ചാവ്, ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിൽ അയാൾ ഒപ്പിച്ചു തരാം. ഞങ്ങൾ ശരിക്കും ചോദിച്ചിട്ടുണ്ടാവില്ല, അതാ തരാത്ത. ഞാൻ 3 വട്ടം ചോദിച്ചടി. എങ്ങനെയാ ചോദിച്ചേ? അത് ഞാൻ വിളിച്ചു, സാർ എനിക്ക് പനിയാണെന്ന് പറഞ്ഞു. അയ്യ, ഇതൊക്കെ 30 വർഷം മുമ്പ് എക്സ്പയർ ആയതാ. അടുത്തത് ഞാൻ 2 വിളിച്ചിട്ടുണ്ട്, സാർ പനി കൂടിയിട്ട് എനിക്ക് മഞ്ഞപ്പിത്തം കൂടെ വന്നെന്ന് പറഞ്ഞു. മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കാണല്ലോ. അത് ഇതിനൊക്കെ അറിയാം. അടുത്തത് പറ. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ബൈക്കിൽ ആക്സിഡന്റ് ആയെന്ന് പറയാൻ വേണ്ടി ഞാൻ അയാളെ വിളിച്ചു. അയാള് ഫോൺ കട്ടാക്കി അല്ലേ? എക്സാക്ട്ലി. ഏത് വിവരമുള്ള മാനേജറും അങ്ങനെ ചെയ്യും. ഇത്ര ബുദ്ധി ഉണ്ടെങ്കിലേ നീ തന്നെ ഒന്ന് സംസാരിച്ച് ലീവ് വാങ്ങിത്താ കാണട്ടെ. വാങ്ങി തന്ന ഇന്നത്തെ ദിവസം നീ പറയുന്ന എന്തും ഞാൻ ചെയ്യും. ഞാൻ നിന്റെ വേലക്കാരൻ. ഡീല്. ഫോണതാ. ഹലോ സാർ, ഞാൻ ശിവറാമിന്റെ ഭാര്യ ദർശനയാണ്. അവനോട് പറഞ്ഞേക്ക്, അവനല്ല അവന്റെ അച്ഛൻ വന്ന് ചോദിച്ചാലും ഇന്ന് അവന് ലീവ് കൊടുക്കൂല. സാർ, 1 മിനിറ്റ്, ഞാൻ പറയണത് ഒന്ന് കേൾക്കുമോ? പറ. സാർ, ശിവയ്ക്ക് ചിന്താമണി ചിക്കൻ എന്ന് പറഞ്ഞാൽ ജീവനാ. ഇന്നലെ കൊതിയോടെ ഒന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ എല്ലാം കഴിച്ചോളൂ. രാവിലെ എണീറ്റപ്പോ തൊട്ട് ബാത്റൂമിൽ കയറിയതാ, ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. മാഡം, ഇതൊക്കെ ഒരു കഥയല്ലേ, ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ. സാർ, ബാക്കി പോയിന്റ് ഞാൻ പറഞ്ഞിട്ടില്ല. ബാത്റൂം എക്സ്ക്യൂസ് പറഞ്ഞ് ഓഫീസിൽ പോകാണ്ടിരിക്കാൻ നോക്കുക ആള്. ഇവൻ വീട്ടിലുണ്ടെങ്കിൽ എന്റെ ജീവിതം ഇവിടെ തീരും. സാർ, ദയവായി സാർ എങ്ങനെയെങ്കിലും ഇവനെ വിളിച്ച് ഓഫീസിലൊന്ന് വരാൻ പറയണം. ലീവ് കൊടുക്കരുത്. ഇങ്ങനൊരു ഭാര്യയുണ്ട്. സാർ, എനിക്ക് ഡ്യൂട്ടിയാണ് വലുത്. ഇവന്ന് കുളിച്ചില്ലെങ്കിലും ഞാൻ ഓഫീസിലോട്ട് പറഞ്ഞയക്കും. ഇന്ന് തന്നെ രാവിലെ 10 പ്രാവശ്യം ബാത്റൂമിലോട്ട് പോയത്. ഇനി അങ്ങോട്ട് പറഞ്ഞിട്ടാ ബാക്കി സാറ് നോക്കിക്കോളുമല്ലോ. അയ്യോ, വേണ്ട 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 വേണ്ട, അവിടെ തന്നെ വെച്ചോ. ബാത്റൂമൊക്കെ കഴുകി അവിടെ തന്നെ ഇരിക്കട്ടെ അവൻ. അതെന്താ സാർ? ഇവിടെ വന്നാലും ബാത്റൂമിൽ തന്നെ ആയിരിക്കത്തില്ലേ. എനിക്കിതേ ഓഫീസ് നടത്താനുള്ളത്, അല്ലാതെ ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ അല്ല നടത്തുന്നത്. ഒരു ലീവ് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ നിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളഞ്ഞല്ലോ. റെപ്യൂട്ടേഷനൊക്കെ പിന്നെ നോക്കാം. രാവിലെ എനിക്ക് വാക്ക് തന്നല്ലേ, ഞാൻ പറയണതൊക്കെ കേൾക്കാമോ? എന്താണ്? ആദ്യം പോയി ദോശമാവ് വാങ്ങിച്ചിട്ടോ. പിന്നെ വിളിക്കുന്നു. ആണോ? സ്പീക്കർ ഇട്ടേ. എടാ, നീ റെഡി ആണല്ലേ? ഞാൻ റെഡിയാണ്. അച്ചു, ഞാൻ ദർശനെ വിളിക്കാൻ പോവാണ്. അണ്ണാ, നിങ്ങൾ ധൈര്യമായിട്ട് വിളി. ഞാൻ വിചാരിക്കും പോലെ വീഡിയോ കിട്ടി കഴിഞ്ഞാൽ സാധനം കയറി അങ്ങ് പോകും. നിങ്ങൾ ധൈര്യമായിട്ട് വിളി. ഞാൻ അതാ ക്യാമറ സെറ്റ് വെച്ചിട്ടുണ്ട്. തുടങ്ങും. ഹലോ. ഹലോ ദർശന, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. നമ്മുടെ അജു ഇല്ലേ, അവൻ ഒരു തായ്ലാൻഡ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ എനിക്ക് പോകണം. തായ്ലൻഡോ? എന്തിനാ പെട്ടെന്ന്? അവന്റെ കല്യാണമല്ലേ അടുത്ത മാസം. അപ്പോൾ ഒരു ബാച്ചിലർ ട്രിപ്പും പരിപാടിയൊക്കെ ആയിട്ടുള്ളൊരു പ്ലാനാണ്. അവനവിടെ ഈ സാൻഡ്വിച്ച് മസാജും വേറെ കുറച്ച് പരിപാടികളും പബ്ബും ബാറും കുറച്ച് പോൾ ഡാൻസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരി, പൊക്കോ. പോവാന് നീ ശരിക്കും പറയാണ് നാളെ തന്നെ പോകണമെന്നാണോ പറയുന്നത്? എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് നാളെ പോവും. പൊക്കോ, പോയി എൻജോയ്. ശരിക്കും നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ ചേട്ടാ. ഓക്കെ ചേട്ടാ. ഇവളെന്താ ഇങ്ങനെ പറഞ്ഞു? സംഭവം വിളിച്ച് ഞാൻ ഇതിപ്പോ തന്നെ കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നു. ബൈ ബൈ.
എന്നെ പൊട്ടിയാക്കിയപ്പോ സമാധാനമായില്ലേ എല്ലാവർക്കും? എടി ഞാൻ വന്നിട്ട് നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. നീ കണ്ട ഈ വീഡിയോ നോക്ക്, നല്ല റീച്ച് ഉണ്ട്. ഇതിപ്പോ എല്ലാവരും കണ്ടു. എടി ഈ അജുവിന്റെ പേജിന് ഇതുവരെ ഇത്രയും റീച്ച് കിട്ടിയിട്ടില്ല. എന്റെ അമ്മ വരെ എന്നെ വിളിച്ചു. എന്ത് വൃത്തിയായിട്ട് ട്രിപ്പാണെങ്കിലും ഭർത്താവിനെ അഴിച്ചിടുന്നൊരു ഭാര്യയായിട്ടാ എല്ലാവരും കണ്ടിരിക്കണേന്ന്. എടി അത് വെറും ഒരു എനിക്കറിയാം ഇതൊരു ജോക്കാണെന്ന്, പക്ഷെ നാട്ടുകാർക്കതൊന്നും അറിഞ്ഞൂടല്ലോ. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചോ ഇതൊന്ന് അപ്ലോഡ് ചെയ്യണതിന് മുമ്പ്? ഇല്ല. നിങ്ങൾക്ക് വേണ്ടതേ ആ ലൈക്സും കമന്റും ഒക്കെയാ. ഞാനെങ്ങനെ ഫീൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ദർശനം ഒന്ന് പറ. എനിക്കൊന്നും കേൾക്കണ്ട. ദർശൻ സോറി. ഒന്ന് മാറി നോക്കൂ. ദർശു നീ ഇരിക്കുന്നില്ലേ? ദാ. ദർശു ഞാൻ നോക്ക നമ്മുടെ പഴയ ചാറ്റും കല്യാണത്തിൻ്റെ ഫോട്ടോയൊക്കെ ഞാനിന്ന് വൈകുന്നേരം ഇരുന്ന് ഇതെല്ലാം വായിച്ചു. ആ വീഡിയോ അവ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിന്നോട് ഒരു പെർമിഷൻ എടുക്കേണ്ടതായിരുന്നു. അതെൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റ്. പോണം തന്നെ. നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലൈക്കും ഷെയറും അതൊക്കെയാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. അതുകൊണ്ടാണ് ഞാൻ ലൈക്കും ഷെയറും വ്യൂസൊന്നും അല്ല എനിക്ക് വരുന്നത്, നീയാ. ആ ഒരു അബദ്ധം, ഒരു ഫ്ലോക്ക് അങ്ങ് പറ്റിപ്പോയതാണ്. സോറി. ആജുവിന്റെ പേജില്ലേ, അതെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യണം. ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്യാം. അതൊക്കെ മാറിയെന്ന് അത് പിന്നെ ആലോചിക്കാം. ഉം